ഇതുപോലൊരു ട്രെയിനിൽ നിന്നാണ് അത് സംഭവിച്ചത്. ആ പെൺകുട്ടിയെ സുരേഷ് എന്ന നരാധമൻ ചവിട്ടി താഴെയിടുകയായിരുന്നു. അന്നേ ദിവസം കോട്ടയത്ത് നിന്ന് 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ചതിന് ശേഷമാണ് ഒരു സുഹൃത്തിനൊപ്പം കേരള എക്സ്പ്രസിലേക്ക് കയറിയത്. വർക്കലയെത്തുമ്പോൾ കമ്പാർട്ട്മെന്റുകൾ മാറിക്കയറി. ആ കമ്പാർട്ട്മെന്റിലായിരുന്നു ശ്രീകുട്ടിയും സുഹൃത്ത് അർച്ചനയും ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അർച്ചന പറയുന്നത് കേൾക്കുക. ആലുവയിലല്ലേ വരുന്നത്? അതെ അതെ. ആലുവയിൽ വരുന്ന സമയത്ത് ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എവിടെ വെച്ചായിരുന്നു? ഈ വർക്കല ആവുമ്പോഴാണ് ഇയാളെ കാണുന്നത്? ഇയാളെ അല്ല, ഇതിനു മുമ്പ് ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാള് പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം? പിന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരെ ചവിട്ടിങ്ങ് തള്ളിയിടുവായിരുന്നു. നിങ്ങളെ ആക്രമിച്ചു ഇയാൾ? എന്നെ ആക്രമിച്ചു. എന്റെ കൈയും കാലിനെയും പിടിച്ചിട്ട് എന്നെയും കൂടി തള്ളി. ഞാൻ പാതി പുറത്ത് പോയി ട്രെയിനിന്റെ. നിങ്ങളും പകുതി ട്രെയിനിന് പുറത്തേക്ക് പോയി. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ പരിചയമൊന്നുമില്ല? ഇല്ല ഇല്ല. കേരള എക്സ്പ്രസിന്റെ ഈ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്നു ശ്രീകുട്ടിയും അർച്ചനയും. വർക്കലയിൽ നിന്ന് കയറിയതിനു ശേഷം സുരേഷ് കുമാർ അവിടെ നിന്ന് പുകവലിക്കുന്നുണ്ടായിരുന്നു. പുകവലിക്കരുത് എന്ന് മാത്രമാണ് ശ്രീകുട്ടിയും അർച്ചനയും സുരേഷിനോട് പറഞ്ഞത്. അപ്പോഴേക്കും വാക്തർക്കമായി. വാക്തർക്കത്തിനൊടുവിൽ മദ്യപിച്ച് ലക്കുകെട്ടിരുന്ന സുരേഷ് കുമാർ ശ്രീകുട്ടിയെ പിറകിൽ നിന്ന് നടുപ്പുറത്ത് ചവിട്ടി താഴേക്കിടുകയായിരുന്നു. ഓടുന്ന ട്രെയിനിൽ നിന്നാണ് ശ്രീകുട്ടി ആ റെയിൽവേ ട്രാക്കിലേക്ക് തെറിച്ചു വീണത്. തീർന്നില്ല, അതിന്റെ അടുത്തിരുന്ന സുഹൃത്ത് അർച്ചനയെയും ചവിട്ടി താഴെയിടാൻ വേണ്ടി ശ്രമിച്ചു. ഇതേ പ്രതി സുരേഷ് കുമാറിന്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് അർച്ചന രക്ഷപ്പെട്ടത്. ആ സമയത്ത് അർച്ചനയെ വലിച്ചു കയറ്റിയ ബീഹാർ സ്വദേശിയായ ശങ്കറിന്റെ വാക്കുകളും നമ്മൾ കേട്ടതാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ശങ്കറിനെ പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. അർച്ചന എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശ്രീകുട്ടിയെ ചവിട്ടി താഴെയിട്ടതിന് ശേഷം രക്ഷപ്പെടാനുള്ള നീക്കം സുരേഷ് കുമാർ നടത്തി. ബീഹാർ സ്വദേശിയായ ശങ്കർ തന്നെയാണ് സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയത്, RPF-നും പോലീസിനും ഏൽപ്പിച്ചത്. അതിന് പിന്നാലെ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ സുരേഷ് കുമാർ ഒരു കള്ളവും പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ. താൻ ഒന്നും ചെയ്തില്ല, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ചെയ്തതെന്ന് ഒരു നെറിയുമില്ലാതെ ഞങ്ങളുടെ മൈക്ക് നോക്കി സുരേഷ് കുമാർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അർച്ചന എന്ന് പറയുന്ന പെൺകുട്ടിയെ രക്ഷിച്ചത് എന്ന് പിന്നീട് നമ്മൾ എല്ലാവരും കണ്ടു. ഏറ്റവും വലിയ ക്രിമിനൽ ബുദ്ധിയാണ് സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വ്യക്തം. എനിക്കറിയില്ല ആരാണെന്ന്. അതുകൊണ്ട് ചവിട്ടിയാരെന്നറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടുപിടിക്കുന്നു. ശ്രീകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് സഹായമുണ്ടാകണം എന്നാവശ്യപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി റെയിൽവേക്ക് കത്തെഴുതി. ഒട്ടും സുരക്ഷിതമല്ല നമ്മുടെ ട്രെയിനുകൾ, ഒട്ടും സുരക്ഷിതമല്ല അതിലെ സ്ത്രീ യാത്രക്കാരുടെ യാത്രകൾ. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. മതിയായ സുരക്ഷയുണ്ടാവണം. സ്ത്രീകൾക്ക് ധൈര്യത്തോടെ യാത്ര ചെയ്യാൻ കഴിയണം. ശ്രീകുട്ടി ഇങ്ങനെ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റുമാരായ വിഷ്ണുപ്രസാദിനും ശിവപ്രസാദിനുമൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.